പ്ലാസ്റ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തമ്പനെയിൽ കണ്ട പോലെ തന്നെ എഗ്ഷെൽസ് വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു നല്ലൊരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കളർ കോമ്പിനേഷൻ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാവരും എന്നോട് പറയാറുണ്ട് കുറച്ച് സിമ്പിളായിട്ടുള്ള തീംസ് ഇടുമ്പോൾ അതേപോലത്തെ വീഡിയോസ് ചെയ്യുമെന്ന്. അപ്പോൾ കുറേ പേര് ഇട്ടിട്ടുണ്ട്. എന്നാലും എൻ്റേതായ ഒരു വെർഷനിൽ ഞാൻ എഗ്ഷെൽസ് വെച്ചിട്ടാണ് ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത്തവണത്തെ ബോട്ടിൽ ആർട്ടിന് നമ്മൾ ബേസ് കോട്ട് ഒന്നും കൊടുക്കുന്നില്ല. ബോട്ടിൽ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് എഗ്ഷെൽസ് ആണ്. അത് നല്ലപോലെ തരിയായിട്ട് പൊടിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് വേണ്ടത് ആക്രിലിക്കിൻ്റെ പേൾ കളറാണ്. ഞാൻ പേൾ പിങ്ക് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും നല്ല ഡാർക്ക് കളറാണ് ആവശ്യമുള്ളത്രയും അതിൽ എഗ്ഷെൽസിലേക്ക് മിക്സ് ചെയ്ത് എടുക്കുക. ഡാർക്ക് കളറാണെങ്കിൽ കൂടി നമ്മൾ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. കുറച്ച് വൈറ്റ് കളറായിട്ടും ഒരു ലൈറ്റ് വൈറ്റ് കളറും അതിലുണ്ടാവും, ലൈറ്റ് പിങ്ക് കളറും ഉണ്ടാവും. ഞാനൊരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് കൈവച്ച് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കാരണം സ്റ്റിക്ക് വെച്ചിട്ട് എടുക്കുമ്പോൾ കുഴഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഗ്ലൗസ് വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തത്. എത്രയും ഡാർക്ക് കളർ വേണോ അത്രയും പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എഗ്ഷെൽസിൽ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മോഡ് പോജ് ആണ്. മോഡ് പോജ് ഇല്ലാത്തവർ വൈറ്റ് ഗ്ലൂവും വാട്ടറും 2:1 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്ത് എടുത്താൽ മതി. അത് നമുക്കിനി ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എഗ്ഷെൽസ് ചെറിയതായിട്ട് തൂവി കൊടുത്താൽ മാത്രം മതി. കൈവച്ച് പ്രസ് ചെയ്യരുത്. കാരണം പശയിൽ ഒട്ടിപ്പിടിക്കുന്നത് ബാക്കി താഴെ വീഴും. അത് സാരമില്ല. അതിനുശേഷം നിങ്ങൾ ഗ്ലൂ വെച്ചിട്ട് തന്നെ വീണ്ടും ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്യുക. തൂവി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഫസ്റ്റ് കോട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഇല്ലാത്ത പോലെ മിസ്സിങ് ആയിട്ട് തോന്നും. അതിൽ വിഷമിക്കേണ്ട. നമ്മൾ വീണ്ടും ഒരു കോട്ടും കൂടി എഗ്ഷെൽസ് തൂവി കൊടുത്താൽ മാത്രം മതി. എഗ്ഷെൽസ് ഫുള്ളായിട്ട് ഒട്ടിച്ചതിന് ശേഷം ഇടയ്ക്കൊക്കെ ഇളകി വരുന്നത് പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അത് ശരിക്കും ഒന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മോഡ് പോജ്, അതായത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത വൈറ്റ് ഗ്ലൂവും വെള്ളവും ചേർത്ത മിശ്രിതം ഒന്നും കൂടി ഫൈനലായിട്ട് ഈ എഗ്ഷെൽസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒട്ടും ഇളകി പോകാത്ത രീതിയിൽ, ഒരു തരി പോലും വീഴാത്ത രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. നെക്സ്റ്റ് ഞാൻ എടുത്തേക്കുന്ന ബ്ലൂ കളറ് ഫോം ഷീറ്റാണ്. ആക്ച്വലി ഇതിൻ്റെ ബാക്കിൽ പശയുണ്ട്, അതുകൊണ്ടാണ് ഒരു വൈറ്റ് കളറ്. അവിടെ ഞാനൊരു ഫ്ലവറിൻ്റെ പടം വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കും. ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. നിങ്ങൾക്ക് സാധാരണ ഫോം ഷീറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് പകരം കളർ പേപ്പർ യൂസ് ചെയ്തൊരു ഫ്ലവർ ഉണ്ടാക്കിയാലും മതി. ബട്ടർഫ്ലൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ കളർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ക്രാഫ്റ്റ് പഞ്ച് ഉണ്ട് എൻ്റെ കയ്യിൽ ബട്ടർഫ്ലൈയുടെ. അത് വെച്ചിട്ട് ഞാൻ കുഞ്ഞു ബട്ടർഫ്ലൈ 3 ഉണ്ടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ആ ഫ്ലവേഴ്സ് ചെറുതായിട്ട് അയൺ ബോക്സ് യൂസ് ചെയ്തിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ബോട്ടിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഒട്ടും കൊഴിഞ്ഞു വീഴുന്നില്ല എന്നുള്ളത്. നമുക്ക് ആ ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസും ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. ഓൾറെഡി പശയുള്ളതാണ്. എന്നാലും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ഗ്ലൂ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സിൻ്റെ നടുക്ക് വെക്കാനായിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അത് 1-2 എണ്ണം മതി. അത് നമുക്ക് കട്ട് ചെയ്ത് ഫ്ലവേഴ്സിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും കിട്ടും കേട്ടോ. സ്റ്റിക്കർ ബീഡ്സ് എന്ന് പറഞ്ഞാൽ മതി. ഇനി ഞാൻ ആ പിങ്ക് കളറിന് മാച്ച് ആകുന്ന രീതിയിൽ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബോട്ടിലിൻ്റെ ബോട്ടം സൈഡിലായിട്ട് ചുറ്റി കൊടുക്കാം.
ബോട്ടിലിൻ്റെ ബോട്ടം സൈഡിൽ കുറച്ച് ഭാഗം ഒഴിഞ്ഞ് കിടപ്പുണ്ട്. അവിടെ ഞാൻ ആ പേൾ പിങ്ക് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ഒരു 2-3 കോട്ടായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലൈറ്റ് കളറായിട്ട് ഇരിക്കും. അതുകൊണ്ട് 2-3 കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. വാർണിഷ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ക്ലിയർ വാർണിഷ് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.